കൂടിയ ഈ നല്ല സന്ധ്യ നാളെ പരലോകത്തേക്കുള്ള ഒരു പാതയുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ എന്ന ഒരൊറ്റ ദുആയോടുകൂടി വളരെ പരിമിതമായ ഒരു സമയത്തിന്റെ ഉള്ളിൽ പരിമിതമായ ഒരു വാക്കുകൾക്ക് അപ്രാപ്യമായ ഈ 10-15 മിനിറ്റ് കൊണ്ടൊരു മനുഷ്യന്റെ ഒരു എളിയ മനുഷ്യന്റെ നാവ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്രയും വലിയവനായി മഹാനായി ജീവിച്ച് വിട പറഞ്ഞു പോയ ശൈഖുനാ കാളമ്പാടി ഉസ്താദ് അവറുകളുടെ അനുസ്മരണമാണ് ഇവിടെ നടത്തപ്പെടേണ്ടത് എന്നത് ഈ വിനീതനെ സംബന്ധിച്ചോളം ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ വാക്കുകൾ കൊണ്ട് ആ വ്യക്തിത്വത്തിന്റെ ഒരു ഓരം പോലും പറഞ്ഞു തീർക്കാൻ സുസാധ്യമല്ല എന്ന ഒരു ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ എന്റെ ഈ വാക്കുകൾ പറയുക. അതിമനോഹരമായി ജീവിക്കുകയും അതിനേക്കാൾ മനോഹരമായി വിട പറയുകയും അതിനേക്കാൾ അതിമനോഹരമായി മാനവ മനസ്സുകളിൽ ഇസ്ലാമിക ചരിത്രം ഉള്ളിടത്തോളം കാലം പ്രശോഭിക്കുകയും ചെയ്യുന്ന മൺമറഞ്ഞ് മൺകാട്ടിന്റെ ഉള്ളിൽ മലർന്നു കിടക്കുമ്പോഴും മാനവ മനസ്സുകളിൽ ഒരു മൺചരാത് പോലെ മങ്ങാതെ മായാതെ മറയാതെ നിൽക്കാൻ ബഹുമാനരായ കാളമ്പാടി ഉസ്താദിന് കഴിയുന്നു എന്നത് തന്നെയാണ് ബഹുമാനനായ ഉസ്താദിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഒരൊറ്റ വാക്കുകൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പണ്ട് കേട്ട് പഴകിയ ഒരു നാടൻ കഥയുണ്ട്. കാളമ്പാടി ഉസ്താദ് ആരായിരുന്നു എന്നറിയണമെങ്കിൽ അങ്ങനെ ഒരു കഥ കേൾക്കേണ്ടതുണ്ട്. 2 ഇണക്കുരുവികൾ ഒരു ജന്മിയുടെ വീട്ടുമുറ്റത്തിരുന്ന് കുറെ നെല്ല് കൊത്തി തിന്നുകയായി. ആ സമയത്ത് നെല്ല് കൊത്തി തിരുന്ന ഇണക്കുരുവികളുടെ മുമ്പിലൂടെ ഒരു പണ്ഡിതായ ആലിമായ ഒരു മനുഷ്യൻ കടന്നു വന്നു. ആരാണ് ആലിം എന്നൊക്കെ ബഹ്റുദ്ദീൻ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെയൊക്കെ സാങ്കേതികാർത്ഥത്തിൽ നാം പണ്ഡിതൻ എന്ന് പറയുന്ന ഒരാലിമായ മനുഷ്യൻ അതിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ആൺകുരുവി പറഞ്ഞു അത്രേ, നമുക്ക് പറന്നു പോകാം, ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ഇണക്കുരുവി പറഞ്ഞു, വേണ്ട, ആ വരുന്ന ആളൊരു പണ്ഡിതന്, അയാൾ അറിവുള്ള ആളാണ്, അതുകൊണ്ടൊരിക്കലും അയാൾ നമ്മെ വേട്ടയാടി പിടിക്കില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നാം നിർഭയനാണ് എന്ന് ഇണക്കുരുവി ആൺകുരുവിയോട് പറഞ്ഞു അത്രേ. വരുന്നതൊരു പണ്ഡിതനായതുകൊണ്ടും അദ്ദേഹത്തിൽ നിന്ന് പണ്ഡിതോചിതമായ ഒരു സമീപനം ആഗ്രഹിച്ചതുകൊണ്ടും ആ 2 കുരുവികളും സാധാരണ മനുഷ്യന്റെ നിഴല് കണ്ടാൽ പാറി പറന്നു പോകുന്ന കുരുവികൾ പറക്കാതെ വീണ്ടും അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അതിലെ നടന്നു വന്ന പണ്ഡിതനായ മനുഷ്യൻ ആൺകുരുവിയെ പിടിച്ചു, അതിനെ കൊന്നുകളഞ്ഞു. പെൺകുരുവി പറന്നുപോയി. കഥ എങ്ങനെയാണ്? അവസാനം രാജാവിന്റെ മുമ്പിൽ പെൺകുരുവി ആവലാതിയുമായി എത്തി. എന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട വിരഹ ദുഃഖം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഈ പണ്ഡിതനാണ് എന്റെ ഭർത്താവിനെ കൊല ചെയ്തത്, അതുകൊണ്ട് തക്കതായ ശിക്ഷ നൽകണമെന്ന് പറയുകയും അവസാനം രാജാവ് വിധിച്ചുവത്രേ, നിന്റെ ഭർത്താവിനെ ഇയാൾ കവർന്നെടുത്തതുപോലെ ഇയാളുടെ ഭാര്യയെ വധിക്കുവാൻ ഞാൻ ഉത്തരവിടുന്നു എന്ന് രാജാവിന്റെ നീതിപീഠത്തിൽ നിന്ന് തീരുമാനം വന്നപ്പോ ആ സമയത്ത് പെൺകുരുവി പറഞ്ഞ ഒരു വാക്കുണ്ട്, രാജാവെ വേണ്ട, അയാളുടെ ഇണയെ കൊല്ലുന്നതിൽ അർത്ഥമില്ല, അയാൾ വീണ്ടും ജീവിക്കുകയാണ്. അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഞാൻ നീതി ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങേക്ക് ചെയ്യാൻ കഴിയുന്നത് ആ പണ്ഡിതൻ കടന്നു വരുമ്പോൾ പറന്നു പോകാമെന്ന് എന്റെ ഭർത്താവിനോട് പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വേഷത്തെയും അദ്ദേഹത്തിന്റെ ഭാവത്തെയും അദ്ദേഹത്തിന്റെ അറിവിനെയും ഞാൻ വിശ്വസിച്ചത് കൊണ്ടാണ് പറന്നു പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാതെ അവിടെ തന്നെ ഇരിക്കാൻ എന്റെ ഭർത്താവിനെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ടത് അയാളുടെ തലയിൽ വെച്ചിരിക്കുന്ന തലപ്പാവ് അടിച്ചു മാറ്റണം, അദ്ദേഹത്തിന്റെ താടി പഠിച്ചു കളയണം. കാരണം അത് കണ്ടിട്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. ഇനിയും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് ധാരാളം ആളുകൾ എന്നെ പോലെ ചതിയിൽ വിടാൻ സാധ്യതയുള്ളത് കൊണ്ട് എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ നീതി ഇതാണ് എന്ന് പറഞ്ഞ ഒരു പെൺകുരുവിയുടെ കഥ പണ്ടെവിടെയോ പഠിച്ചു പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേഷത്തിലും ഭാവത്തിലും ആർഭാടത്തിലും അധികാരത്തിലും ഒക്കെ എല്ലാ സ്ഥലത്തും നമുക്ക് ഈ വേഷം കാണാൻ കഴിയുമ്പോഴും വേഷത്തിനോടും ഹൃദയത്തോടും ഒരേപോലെ നീതി പുലർത്തി തന്റെ ജീവിതത്തിലും തന്റെ കർമ്മത്തിലും തന്റെ വാക്കിലും തന്റെ ഫിഗറിലും തന്റെ ഫിക്കറിലും